ജനസംഖ്യാ കണക്കെടുപ്പ് പൂർത്തിയായതോടെ മറ്റൊരു നിർണായക ചുവടുവെപ്പ് നടത്താനുള്ള ഒരുക്കത്തിലാണ് രാജ്യം ഭരിക്കുന്ന BJP നിൽക്കുന്നത്. അത് ലോക്സഭാ മണ്ഡല പുനർനിർണയമാണ്. ഇത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ അടിവേരിളക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ഇടയ്ക്കിടയ്ക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ രംഗത്ത് വരുന്നുമുണ്ട്. കേന്ദ്ര വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരുകളുമായി കൊമ്പുകോർക്കുന്ന DMK സർക്കാർ തങ്ങളുടെ പാർലമെന്റിലെ നേട്ടങ്ങൾ BJP മണ്ഡല പുനർനിർണയത്തിൽ വെട്ടിച്ചുരുക്കുമോ എന്ന ആദിയിലാണ് നിൽക്കുന്നത്. കേരളമടക്കം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം ഈ പേടി കഴിഞ്ഞ് കുറച്ചു കാലമായി രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് താനും. കാരണം BJPക്ക് പിടി നൽകാത്ത ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് പ്രതികാര മനോഭാവത്തോടെ പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദി, അമിത്ഷാ സർക്കാരിന് മണ്ഡല പുനർനിർണയം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രതികരണ ശേഷി കുറയ്ക്കുവാനുള്ള ആയുധമാക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ജനസംഖ്യാ നിയന്ത്രണത്തിലടക്കമുള്ള നേട്ടങ്ങൾ മണ്ഡല പുനർനിർണയത്തിൽ സംസ്ഥാനങ്ങളെ പ്രതിസന്ധിയിലാക്കാൻ കേന്ദ്ര സർക്കാർ ഉപയോഗിക്കും എന്ന ഭയം രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. DMK മേധാവി ഉയർത്തിയ ഭയം മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെയും ഭരണ പ്രതിപക്ഷ പാർട്ടികളിൽ പ്രതിഫലിക്കുന്നുമുണ്ട്. പാർലമെന്റിലെ മൊത്തം സീറ്റുകളുടെ എണ്ണത്തിൽ മാറ്റമില്ലാതെയാണ് മണ്ഡല പുനർനിർണയം നടത്തുന്നതെങ്കിൽ ജനസംഖ്യ കുറവായതിനാൽ തങ്ങൾക്ക് സീറ്റുകൾ നഷ്ടമാകുമെന്ന ഭയം തമിഴ്നാടിനും കേരളത്തിനും ഉണ്ട് താനും. കുടുംബാസൂത്രണ നടപടികൾ മൂലം തമിഴ്നാടിന്റെ പാർലമെന്റ് സീറ്റുകൾ കുറയാൻ സാധ്യതയുണ്ടെന്നും സ്റ്റാലിൻ തന്റെ ഭയം തുറന്നു പറഞ്ഞിരുന്നു. നിയോജക മണ്ഡലങ്ങളുടെ അതിരുകൾ നിർണയിക്കുകയും അവയുടെ എണ്ണം തീരുമാനിക്കുകയും ചെയ്യുന്ന ഡിലിമിറ്റേഷൻ പുതിയ സെൻസസിന് ശേഷം നടക്കുമെന്നാണ് പറയുന്നത്. സെൻസസ് വൈകിയതിന് പിന്നാലെ മണ്ഡല പുനർനിർണയവും വൈകുകയായിരുന്നു. നേരത്തെ നിശ്ചയിച്ച ഡിലിമിറ്റേഷൻ കലണ്ടർ അനുസരിച്ച് 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന അതേ വർഷം തന്നെ മണ്ഡല പുനർനിർണയം പൂർത്തിയാക്കേണ്ടതായിരുന്നു. 2023 ഒക്ടോബറിൽ തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഒരു റാലി അഭിസംബോധന ചെയ്യവേ കോൺഗ്രസിന്റെ ജിഗ്നി അബാദി ഉഗ്നാഹക് എന്ന മുദ്രാവാക്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡിലിമിറ്റേഷൻ ഉപയോഗിച്ച് തന്നെ ആക്രമിച്ചിരുന്നു. ജനസംഖ്യയ്ക്ക് അനുസരിച്ച് അവകാശങ്ങളും വലുതായിരിക്കും എന്ന ആ മുദ്രാവാക്യം കോൺഗ്രസിനെ തന്നെ കടന്നാക്രമിക്കാൻ മോദി തിരഞ്ഞെടുത്തതോടെയാണ് അപകടം മണത്തത്. അടുത്ത ഡിലിമിറ്റേഷനെ കുറിച്ചാണ് രാജ്യം ഇപ്പോൾ സംസാരിക്കേണ്ടതെന്നും ജനസംഖ്യ കുറവുള്ളിടത്തെല്ലാം ലോക്സഭാ സീറ്റുകൾ കുറയുകയും ജനസംഖ്യ കൂടുതലുള്ളിടത്ത് ലോക്സഭാ സീറ്റുകൾ ഉയരുകയും ചെയ്യുമെന്നും മോദി പ്രഖ്യാപിച്ചിരുന്നു. ഇതാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ വലിയ ആശങ്കയിലേക്ക് തള്ളിവിടുന്നത്. ജനസംഖ്യാ നിയന്ത്രണത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ രാജ്യത്താകമാനം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചവയാണ്. പിന്നോക്കാവസ്ഥയിലുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തങ്ങളുടെ വോട്ട് ബാങ്ക് നിലനിർത്തി ദക്ഷിണേന്ത്യയിൽ നിന്നുമുള്ള എതിർപ്പുകളുടെ എണ്ണം കുറയ്ക്കാനാകും. അതായത് ജനസംഖ്യയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സാമൂഹിക അവസ്ഥയിലും വിദ്യാഭ്യാസത്തിലുമെല്ലാം പിന്നോക്കം നിൽക്കുന്ന ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനത്ത് നിലവിലുള്ള 80 സീറ്റുകളിൽ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് എന്നർത്ഥം. ലോക്സഭയുടെ അംഗബലം വർദ്ധിപ്പിക്കാതെ മണ്ഡല പുനർനിർണയം നടത്തിയാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് 24 സീറ്റ് വരെ നഷ്ടമാകാനുള്ള സാധ്യതയുമുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലും സീറ്റുകളിൽ വ്യത്യാസമുണ്ടാകുമെന്നും തമിഴ്നാടിന് ആകെയുള്ള 39-ൽ 8 സീറ്റ് വരെ നഷ്ടപ്പെട്ടാൽ സാധ്യതയുണ്ടെന്നും സ്റ്റാലിൻ തന്നെ സംശയം പ്രകടിപ്പിച്ചിരുന്നു. BJP പുതിയ പാർലമെന്റ് മണ്ഡലം ഉണ്ടാക്കിയപ്പോൾ 888 സീറ്റുകൾ നിർമ്മിച്ചത് അന്നേ തന്നെ സംശയത്തിന് ഇട നൽകിയിരുന്നു. നിലവിൽ 543 പാർലമെന്റിന്റെ അംഗബലം. സ്റ്റാലിന്റെ രൂക്ഷ വിമർശനം വന്നതോടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഒരു സീറ്റ് പോലും നഷ്ടമാകില്ല എന്നും സീറ്റുകളിൽ ഉണ്ടാകുന്ന വർധന ആനുപാതികമായിരിക്കുമെന്നും അമിത്ഷാ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ഉത്തർപ്രദേശ് അടക്കം BJPക്ക് അപ്രമാദിത്യമുള്ള ഇടങ്ങളിൽ വലിയ സീറ്റ് വ്യതിയാനവും കൊണ്ടുവന്ന വോട്ടിംഗ് പ്രക്രിയയെ തങ്ങൾക്ക് അനുകൂലമാക്കി BJP മാറ്റുമോ എന്ന ഭയം തെക്ക് വടക്കുള്ള എല്ലാ പ്രതിപക്ഷ പാർട്ടികൾക്കും ഉണ്ട് എന്നതാണ് സത്യം.